ഗുരുവായൂരിലെയും തൃപ്രയാറിലെയും മോദിജിയുടെ സന്ദർശനം, പ്രത്യേകിച്ച് തൃപ്രയാറിലെ നരേന്ദ്രമോദിജിയുടെ സന്ദർശനം ശ്രീരാമ പ്രതിഷ്ഠയ്ക്ക് പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായിട്ടുള്ള വലിയൊരു മാനം നൽകുന്നതാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായ ശ്രീരാമ ക്ഷേത്രങ്ങളിലൊന്നായിട്ടുള്ള തൃപ്രയാറിലാണ് അദ്ദേഹം സന്ദർശനം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം അയോധ്യയിൽ വെച്ച് കേരളത്തിലെ നാലമ്പല ദർശനത്തിന്റെ പ്രാധാന്യം എടുത്തു പറയുന്നു. കേരളത്തിലെ നാലമ്പല ദർശനത്തിന്റെ ചരിത്ര പ്രാധാന്യത്തെ സംബന്ധിച്ച് അയോധ്യയിൽ വെച്ച് ശ്രീ നരേന്ദ്രമോദിജി സൂചിപ്പിച്ചത് ഇത്രയും പെട്ടെന്ന് അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട നാലമ്പല ദർശനങ്ങളുടെ കേന്ദ്രമായിട്ടുള്ള തൃപ്രയാറിൽ വരുമെന്ന് മലയാളികൾ പ്രതീക്ഷിച്ചില്ല. പക്ഷെ അദ്ദേഹം തൃപ്രയാറിലും വരുമെന്നുള്ളത് ആ നിലയിൽ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ ഈ മാസത്തെ രണ്ടാമത്തെ കേരള സന്ദർശനം, 3-ാം തീയതി അദ്ദേഹം കേരളത്തിൽ വന്നിരുന്നു. 16-17 തീയതികളിൽ അദ്ദേഹം വീണ്ടും കേരളം, രണ്ടാഴ്ചക്കിടയിലുള്ള രണ്ടാമത്തെ കേരള സന്ദർശനം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് വലിയൊരു ഉത്സവ അന്തരീക്ഷത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അതനുസരിച്ചുള്ള പ്രതികരണമാണ് നമുക്ക് തൃശ്ശൂരിലും കാണാൻ സാധിക്കുക, എറണാകുളത്തും കാണാൻ സാധിക്കുക. അതിന്റെ എല്ലാ തയ്യാറെടുപ്പുകളും NDA യോഗം വിശദമായിട്ട് വിലയിരുത്തി. അഴിമതിക്കാരായിട്ടുള്ള കേരളത്തിലെ ഇടതു വലതു മുന്നണികൾക്ക് ബദലായി വികസനത്തിന്റെ മന്ത്രവുമായി മുന്നോട്ട് വരുന്ന NDA സ്വീകരിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അതിനാവശ്യമായിട്ടുള്ള പ്രചാരണങ്ങളാണ് NDA രൂപം കൊടുത്തിരിക്കുന്നത്. NDAയുടെ പദയാത്ര, കേരള പദയാത്ര, നരേന്ദ്രമോദിയുടെ ഉറപ്പ് പുതിയ കേരളത്തിന് എന്നുള്ള മുദ്രാവാക്യവുമായി NDA നടത്തുന്ന കേരള പദയാത്രയുടെ എല്ലാ ഒരുക്കങ്ങളും വിലയിരുത്തി ഓരോ ലോക്സഭാ മണ്ഡലത്തിലും ഏറ്റവും ചുരുങ്ങിയത് 25,000 ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള കേരള പദയാത്ര, കേരളത്തിലെ ഏറ്റവും ഇതുവരെ ഒരു മുന്നണിയും നടത്തിയിട്ടില്ലാത്ത അത്രയും വിപുലമായിട്ടുള്ള ഒരു പദയാത്രയ്ക്കാണ് NDA രൂപം നൽകിയിട്ടുള്ളത്. എല്ലാ ഘടകകക്ഷികളും ആ പദയാത്രയിൽ അണിനിരക്കും. 1,00,000 പ്രവർത്തകരാണ്, NDAയുടെ പ്രവർത്തകരാണ് ഓരോ ദിവസവും പദയാത്രയിൽ അണിനിരക്കുന്നത്. 27-ാം തീയതി BJP അഖിലേന്ത്യാ അധ്യക്ഷൻ ശ്രീ JP നഡ്ഡ കാസർഗോഡ് വെച്ച് NDA പദയാത്ര ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. 27 ദിവസം നീണ്ടു നിൽക്കുന്ന പദയാത്രയാണ്. ആ പദയാത്രയിൽ ഉടനീളം എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും 1,00,000, ഒരു ജില്ലയിൽ നിന്നല്ല, ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മാത്രമായി 1,00,000 അണികളെ, പ്രവർത്തകരെ പങ്കെടുപ്പിക്കണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ പദയാത്രയുടെ വിജയത്തിന് ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ യോഗം വിലയിരുത്തി. NDAയുടെ ബൂത്ത് സമ്മേളനം ഫെബ്രുവരി മാസം 24-ാം തീയതി ഞായറാഴ്ച പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിനോടനുബന്ധിച്ച് ഇത്തവണ NDAയുടെ 25,000 ബൂത്തുകളിലും NDAയുടെ ബൂത്ത് സമ്മേളനമായിട്ട് നടത്താൻ തീരുമാനിച്ചു. മണ്ഡലങ്ങളിലും ജില്ലകളിലും NDAയുടെ വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തി അതിന്റെ അടിസ്ഥാനത്തിൽ NDA കൂടുതൽ താഴെ തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ചർച്ചകൾ ഇന്ന് നടന്നു. NDAയിലേക്ക് പുതിയ ചില കക്ഷികളെ ഉൾപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ചർച്ചകളും ഇന്ന് നടന്നു. വരും ദിവസങ്ങളിൽ NDA നേതാക്കന്മാരുമായിട്ട് ഓരോരോ കക്ഷികളുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകളും ഇന്ന് തീരുമാനിച്ചു. വരും ദിവസങ്ങളിൽ NDAയിലെ എല്ലാ കക്ഷികളുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാക്കും. വൈകാതെ NDAയിലെ ഘടകകക്ഷികളുമായിട്ടുള്ള സ്ഥാനാർത്ഥി നിർണയം, അതിന്റെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കാനാണ് ആലോചിക്കുന്നത്. മറ്റൊരു കാര്യം, MT വാസുദേവൻ നായരുടെയും M മുകുന്ദന്റെയും പരാമർശങ്ങൾ പിണറായി വിജയൻ സർക്കാരിന്റെ, മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിനും ഏകാധിപത്യ നിലപാടുകൾക്കും അദ്ദേഹത്തിന്റെ അധികാര കേന്ദ്രീകരണത്തിനും അദ്ദേഹത്തിന്റെ അഴിമതി രാഷ്ട്രീയത്തിനും എതിരായിട്ടുള്ള വലിയൊരു മലയാളികളുടെ സാമൂഹ്യ മനസാക്ഷിയുടെ തന്നെ ഒരു വിമർശനമായിട്ടാണ് അതിനെ NDA യോഗം വിലയിരുത്തിയത്. MT വാസുദേവൻ നായരും ശ്രീ M മുകുന്ദനും അവർ രണ്ടുപേരും നടത്തിയിട്ടുള്ള, അതോടൊപ്പം തന്നെ നിരവധി സാമൂഹ്യ നായകന്മാർ നടത്തിയിട്ടുള്ള പരാമർശം മുഖ്യമന്ത്രിയുടെ അധികാര ദുരയ്ക്കും മുഖ്യമന്ത്രിയുടെ അമിതാധികാര പ്രയോഗത്തിനും മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായിട്ട് അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങൾക്കും മുഖ്യമന്ത്രി അഴിമതിക്ക് വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾക്കും എല്ലാം ഉള്ള വലിയ തിരിച്ചടിയാണ്. അദ്ദേഹത്തെ പ്രകീർത്തിക്കുന്ന ഒരു എന്താ പറയാ, വ്യക്തിപരമായിട്ട് പുകഴ്ത്തി മാത്രം സംസാരിക്കുന്ന ഒരു പാർട്ടിയും മുന്നണിയും, LDFിലെ MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് രാജാവ്
നഗ്നനാണ് എന്ന് പറയാൻ ആരുമില്ലാത്ത അവസ്ഥയാണ് ഇപ്പൊ ഇടതുമുന്നണിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇത്രയും വിവസ്ത്രനാക്കപ്പെട്ട് മാസപ്പടി മകളും മുഖ്യമന്ത്രിയും എല്ലാം വാങ്ങി വലിയ തോതിൽ അഴിമതി നടത്തി വിവസ്ത്രനാക്കപ്പെട്ടിട്ടും അദ്ദേഹത്തെ പുകഴ്ത്തുന്ന ഒരു സമീപനമാണ് LDF നേതാക്കന്മാരും മന്ത്രിമാരും എല്ലാം സ്വീകരിക്കുന്നത്. സൂര്യനോട് പോലും ഉപമിക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രിയെ. പക്ഷേ സത്യം രാജാവ് തുണിയില്ലാതെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ രാജാവ് നഗ്നനാണെന്ന് പറയാനുള്ള ധൈര്യം അല്ലെങ്കിൽ ആർജവം LDFിലെ ഒരു കക്ഷിക്കും ഇല്ലാതായ സന്ദർഭത്തിലാണ് ശ്രീ MT വാസുദേവൻ നായരും ശ്രീ M മുകുന്ദനുമെല്ലാം ഇതല്ല സത്യം, രാജാവ് നഗ്നനായിട്ടാണ് നടക്കുന്നത് എന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അത് കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ അഭിപ്രായമായിട്ടാണ് NDA യോഗം വിലയിരുത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ തുടങ്ങുന്നത് മഹാരാജാസ് കോളേജിനടുത്ത് നിന്ന് തുടങ്ങി ഗസ്റ്റ് ഹൌസിലേക്കാണ് റോഡ് ഷോ. വേറെന്താ വേണ്ടത്? സുരക്ഷ അന്വേഷിക്കാനാണോ? കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയായിരുന്നു. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ 1.3 കിലോമീറ്ററാണ്. മഹാരാജാസ് കോളേജിൽ നിന്ന് തുടങ്ങി അദ്ദേഹം താമസിക്കുന്ന ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് വരെയാണ് റോഡ് ഷോ. പിറ്റേ ദിവസം മറൈൻ ഡ്രൈവിലാണ് ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ സമ്മേളനം നടക്കുന്നത്. ഈ 2 പരിപാടികളാണ് കൊച്ചിയിലുള്ളത്. കാലത്ത് 7 മണിക്ക് അദ്ദേഹം പിറ്റേ ദിവസം 17-ാം തീയതി രാവിലെ 7 മണിക്ക് അദ്ദേഹം ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപ്പാഡിൽ ഹെലികോപ്റ്റർ ഇറങ്ങും. അവിടെ നേരെ ഗുരുവായൂർ ദർശനമാണ്. ഗുരുവായൂർ ദർശനം കഴിഞ്ഞതിന് ശേഷം ആദരണീയനായിട്ടുള്ള സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. അതിനോടൊപ്പം മറ്റു ചില വിവാഹങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം ഹെലികോപ്റ്റർ വഴി നമ്മുടെ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകും. അതിലും ഹെലിപ്പാഡിൽ അവിടെ പ്രവർത്തകർ സ്വീകരിക്കാനുണ്ടാവും. ഗുരുവായൂരിലെ ഹെലിപ്പാഡിലും NDA പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിക്കാനുണ്ടാവും. ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷം അദ്ദേഹം 9:30 കൊച്ചിയിൽ തിരിച്ചു വരും. കൊച്ചി ഗസ്റ്റ് ഹൌസിൽ ചില ആളുകളൊക്കെ ആയിട്ട് കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം അദ്ദേഹം സർക്കാർ പരിപാടിയിൽ പോകും. സർക്കാർ പരിപാടി ഷിപ്പ്യാർഡിന്റെ പരിപാടിയാണ്. സർക്കാർ പരിപാടി കഴിഞ്ഞ് അദ്ദേഹം നേരെ പാർട്ടി പരിപാടിയിലേക്ക് വരും. ഇതാണ് ഷെഡ്യൂൾ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അല്ല, സുരക്ഷ ഒരുക്കേണ്ടതിന് ഞാൻ എന്തിനാ കുറ്റം പറഞ്ഞു? ഞങ്ങളുടെ കുറ്റം പറഞ്ഞു. സുരക്ഷ ഒരുക്കേണ്ടത് പോലീസിന്റെ ഡ്യൂട്ടിയാണ്. പക്ഷെ മാധ്യമങ്ങളെ എന്തിനാണ് പിന്നെ അകറ്റി നിർത്തിയെന്നുള്ള കാര്യം ഞങ്ങൾ അന്ന് തന്നെ ചോദിച്ചിരുന്നു. കാരണം ഈ പാസ് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് SPG ആണ് കുഴപ്പമുണ്ടാക്കിയതെന്ന് തൃശ്ശൂരിൽ പറഞ്ഞു. പക്ഷെ അതായിരുന്നില്ല സത്യം. അത് PRDയും സർക്കാരും പോലീസും ചേർന്ന് നടത്തിയ ഒരു കള്ളക്കളിയായിരുന്നു. SPGയുടെ ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞത് തലേ ദിവസം തന്നെ പാസ് വെരിഫൈ ചെയ്ത് അവർക്ക് പാസ് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് പോലീസിന്റെ കയ്യിൽ നിന്ന് ഒപ്പിടിക്കാൻ പോലും PRD തയ്യാറായില്ല എന്നുള്ളതാണ്. അതിന്റെ ഞാൻ വിശദീകരിച്ചതാണ് അവിടെ. തൃശ്ശൂരിൽ അത് സംബന്ധിച്ച് എല്ലാ മാധ്യമപ്രവർത്തകർക്കും ബോധ്യമായതാണ്. ഇത്തവണ അങ്ങനെയുള്ള വീഴ്ചകൾ ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഞങ്ങൾ സംഘാടക സമിതി ശ്രദ്ധിക്കുന്നുണ്ട്.